മിശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിനും കീഴ്പ്പെടണം. ഭർത്താക്കന്മാരെ മിശിഹ തന്റെ സമയം സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണ്ണയായി തനിക്ക് തന്നെ ഉപേക്ഷിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധിയുമായിരിക്കുന്നതിനു വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ സ്വന്തം ശരീരങ്ങളെന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്നാൽ തൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാകുന്നു സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദൂഷിക്കുന്നില്ലല്ലോ. പിന്നെയോ മിശിഹ സഭയ്ക്ക് വേണ്ടി എന്നതുപോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഈ കാരണത്താൽ പുരുഷൻ തൻ്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തൻ്റെ ഭാര്യയോട് ചേരും, അവരെയും ഏകശരീരമായി തീരുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. ഞാൻ മിശിഹായെ കുറിച്ചും അവിടുത്തെ സമയത്തെക്കുറിച്ചുമാകുന്നു പറയുന്നത്. ആഹാ Manavale
മഹിതാചാര്യം അണിയിക്കും മകുടം രമ്യം. ശത്രുവിന്റെ സഹസഖ്യത അജയമായുധം ധരിപ്പിക്കുകയും ചെയ്യട്ടെ. മകുടം ഘോഷമിറങ്ങുന്നു നല്ലവാകിയെ മഹിതാചാര്യൻ അണിയിക്കും മകുടം മഹിതാചാര്യൻ അണിയിക്കും മകുടം മകുടം ഘോഷമിറങ്ങുന്നു നല്ലവാകിയെ മഹിതാചാര്യൻ അണിയിക്കും മകുടം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവസ്ഥയിലെത്തിക്കൊണ്ട് ആയുഷ്കാലം മുഴുവൻ സന്തോഷിക്കുവാൻ ഇടയാകുകയും ചെയ്യട്ടെ. ഓശോ Oh
മനുഷ്യജീവിതത്തിൽ സന്തോഷിക്കുന്നതിനായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രീതിപ്പെട്ട് നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയ മണവാളനായ മിശിഹാതമ്പുരാൻ യഥാർത്ഥമായ തന്റെ മണവാളത്വത്താൽ നിങ്ങളുടെ മണവാളത്വത്തിന് മുദ്രയിടട്ടെ. മിശിഹാതന്റെ സഭയിലെന്ന പോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ. കരുണയുള്ള വലതയും നിങ്ങളിൽ ആവർത്തിച്ച് എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാനദൂതൻ നിങ്ങളോട് കൂടെ ഇരുന്ന് ആകൽ കർസായുടെ വാഞ്ചനയിൽ നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മരണകരമായ സ്വീകരണതയിൽ നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ ദുഃഖങ്ങളെ നീക്കിക്കൊള്ളുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്ക് യാക്കോബിനും യാക്കോബ് യോസേഫിനും സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ചു വരികയും ഭൂമിയിൽ നിറകരുന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോഹിനും മക്കൾക്കുമായി നൽകിയ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും നൽകിയ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ആകാശത്തുനിന്ന് പനിമഞ്ഞും ഭൂമിയിൽ പാതിരിക്കുന്ന സർവസൽഫലങ്ങളും ദൈവങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിന്റെ ദൈവം എന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തൻ്റെ പുത്രനായ യോസേഫിന് നൽകിയ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടം ആചരിക്കുകയും ചെയ്തിട്ടുള്ള അനുഗ്രഹം നിങ്ങളിലും ഈ വന്യപിതാവിന്റെ കൈകളാൽ നിങ്ങളുടെ തലകളിൽ വയ്ക്കപ്പെട്ടതായ കിരീടങ്ങളിലും വസിക്കുമാറാകട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളിലും സന്തോഷിച്ച് മഹത്വം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങളുണ്ടും സമ്പാദ്യങ്ങളുണ്ടും സർവ്വത സൗഭാഗ്യങ്ങളുണ്ടും ദൈവത്തിനാൽ നിങ്ങളെ സമ്പന്നരാക്കുകയും ആ പാപിയുടെ പോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലതുഭാഗത്തെ കള്ളനെ പോലെ നിങ്ങളും സ്വർഗരാജ്യത്തിന് അവകാശങ്ങളായി ഭവിക്കട്ടെ. നാം ഇവരുടെയും ഭാഗപ്പോയ പാപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. മിസ്രയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന നാട്ടോട് ഉടമ്പടി ചെയ്യുവാനായി സീനായ വിലമേലിറങ്ങി വന്ന മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ ഈ സംഘം മുഴുവനെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതികരേറ്റാം. Mara
നാം എല്ലാവരും ദൈവത്തിൻ്റെ ഭവനത്തിൽ സന്നിഹിതരായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസത്തെ പ്രബോധിപ്പിക്കുകയും നമ്മളൊപ്പം നിൽക്കുന്ന സത്യത്തിലും നീതിയിലും സൽപ്രവൃത്തിയിലും താല്പര്യമുള്ളവരും നല്ല കാര്യങ്ങൾ ഉത്സാഹിതമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യാനുള്ള പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാനായ പുതിയന്മാർ നമ്മെ ഏൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവായ ശിക്ഷയായ സിംഹാസനമായ ജീവമേശയുടെയും ശ്രീവായുടെയും വെടുപ്പുള്ള ഏവങ്കിലുവിൻ്റെയും ഈ ജനക്കൂട്ടിൽ നിൽക്കുന്ന പ്രത്യേകം ശ്രദ്ധിക്കുകയും ഹൃദയവിചാരങ്ങളെ അറിയുന്നവൻ്റെ സന്നിധിയിലാകുന്നു, അറിയാത്തതിന് മുമ്പല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതായി സമയം മുതൽ ഞാൻ നിങ്ങളെ പരസ്പരം ഫലമേൽപ്പിക്കുന്നു. എനിക്കും നിങ്ങൾക്കും ഇടയിൽ ദൈവം തമ്പുരാൻ മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്ത സകലത്തിലും ഞാൻ നിരപരാധിയായിരിക്കും. ഒറ്റക്കാരിലും ശമാശന്മാരും വിശ്വാസവചനത്തിലും മണവാളിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരും ക്ഷണിച്ചു വരുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും തന്നെയും വന്ന് സമൃദ്ധിയായി ആകർഷിക്കുമാറാകട്ടെ. അനുഗ്രഹീതയായ മാതാവ് ദൈവജനയായി കരിയമറിയാവുകയും നിങ്ങളുടെ കർത്താവിനെ സ്നേഹിക്കാൻ തക്കനായി പ്രാർത്ഥന കർത്താവായി ശിക്ഷയാകുകയും നിങ്ങളിൽ ആകർഷിക്കുമാറാകട്ടെ. നിങ്ങളിൽ ഓരോരുത്തരും അവൻ്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണം നന്നായി ശ്രദ്ധിപ്പീൻ. ഭാര്യ സ്വന്തം ആളുകളെ വെടിഞ്ഞ ഭർത്താവുമായി ചേർന്ന് ഒന്നായി തീർന്നിരിക്കുന്നു. ആകയാൽ ഭർത്താവ് ഭാര്യയെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളവനായിരിക്കുകയും ചെയ്യണം. അവൻ നഗ്നനായിരിക്കേണ്ടി വന്നാലും അവൾക്ക് ധരിപ്പാൻ നൽകണം. സ്വപ്രാണനെ പോലെ ഭാര്യ ഭർത്താവിനോട് വർത്തിക്കണം. ഭർത്താവ് വിശന്നിരുന്നാലും ഭാര്യയ്ക്ക് ഭക്ഷണം നൽകണം. ഭർത്താവ് ദാഹിച്ചിരുന്നാലും ഭാര്യയ്ക്ക് കുടിക്കുവാൻ നൽകണം. ഭാര്യയും ന്യായമായ പ്രകാരം അവൻ്റെ പരിചരണം നിർവഹിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടെ അവൾ അവൻ്റെ അടുക്കൽ വർത്തിക്കണം. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും